ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാസ്റ്റർപീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അൽഫാമാണ്. അപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടാവും ഒരുപാട് പ്രാവശ്യം ഇവന്മാർ അൽഫാം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അൽഫാമിന് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ ഉണ്ടാക്കുന്നത് പോലത്തെ ഒരു അൽഫാം അല്ല, പച്ച കളറിലുള്ള ഗ്രീൻ ചിക്കൻ അൽഫാമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ കിഡിലും വീഡിയോ ആണ്, മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് ഒരു കാര്യം, നമ്മളൊക്കെ ഒരുപാട് ഇംഗ്ലീഷ് ഇങ്ങനെ നമ്മുടെ യൂട്യൂബിൽ പറയുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴൊക്കെ ചെറുതായിട്ട് ഇംഗ്ലീഷ് ഇങ്ങനെ കയറ്റി വിടാൻ നോക്കും. പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു മടിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് കറക്റ്റായിട്ട് അറിയാത്തതിൻ്റെ ഒരു പ്രശ്നം എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഒരു ഡിഗ്രി എടുത്ത ആൾക്ക് വരെ ഉണ്ടാവും ഇംഗ്ലീഷ് കറക്റ്റായിട്ട് സംസാരിക്കും, ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു അവസരം. അതെ, നിങ്ങൾക്ക് വാട്സപ്പ് ഉണ്ടോ? വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. വളരെ സിമ്പിളായിട്ട് വാട്സപ്പിലൂടെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റിയൊരു സിസ്റ്റമാണ് പറയാൻ പോകുന്നത്, ഇംഗ്ലീഷ് കഫേ. അതെ, ഇംഗ്ലീഷ് കഫേയിലൂടെ നമുക്ക് വാട്സപ്പിൽ നമുക്ക് എങ്ങനെ ഇതിൻ്റെ സിസ്റ്റം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 9 മണി മുതൽ 11 മണി വരെ നമുക്കായിട്ടൊരു ട്യൂട്ടർ, അതായത് നമുക്ക് എപ്പോഴാണോ ഒഴിവുള്ളത് അതിനനുസരിച്ച് നമുക്ക് പഠിക്കാം. നമ്മൾ എപ്പോൾ ഓൺലൈൻ ചോദിച്ചു കഴിഞ്ഞാലും ഓൺലൈനിൽ അവരുണ്ടാവും, അവരുടെ സപ്പോർട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് കോൺടാക്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഏത് പ്രായക്കാർക്കും യോഗ്യത ഒന്നുമില്ല, പ്രത്യേകിച്ച് യോഗ്യത ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ 2 മാസത്തെ കോഴ്സാണ് ഇതുള്ളത്. പക്ഷേ നിങ്ങൾക്ക് 2 മാസം തുടർച്ചയായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, 6 മാസം വരെ നീട്ടിക്കൊണ്ടുപോയി പഠിക്കാവുന്നതാണ്. പിന്നെ ചെറിയൊരു ഫീസൊക്കെ അവർ ഈടാക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മനസ്സിലാവുന്നതാണ്. പിന്നെ സ്പീക്കിംഗ് ഒക്കെ പഠിപ്പിച്ചെടുക്കുക. അതുപോലെ തന്നെ സംസാരിക്കാനായിരിക്കും പല ആൾക്കാർക്കും ബുദ്ധിമുട്ട്. അവർക്ക് വേണ്ടിയിട്ട് അവർ കോൾ ചെയ്തിട്ട് സംസാരിപ്പിച്ച് ആ മടി അങ്ങ് മാറ്റി തരും. അപ്പോൾ ഇനി അവരെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, എല്ലാവരും അത് ക്ലിക്ക് ചെയ്ത് അവരെ കോൺടാക്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ ചിക്കൻ അൽഫാം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അതിലേക്ക് കടക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ മാസ്റ്റർപീസ് എന്നൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എൻ്റെ പോയി പറഞ്ഞോ, തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് വിടാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ അൽഫാം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 2 ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഒക്കെ അൽഫാമിൻ്റെ രീതിയിൽ, അതായത് ഒരു ചിക്കൻ 4 പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്, പിന്നെ മാർക്ക് ചെയ്തും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ചിക്കൻ റെഡി. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 2 പൊടികളാണ്, അതായത് ഒന്ന് ജീരകപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗരം മസാല അതും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തൈര്, നല്ല കട്ട തൈര് എടുക്കുക. അതുപോലെ ചെറുനാരങ്ങ, ഒരു 2 ചെറുനാരങ്ങ, വലിയ 2 ചെറുനാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ചതച്ച് വെച്ചതാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചതച്ച് വെച്ചതാണ്. മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ പുതിനയുടെ ഇല, അതായത് മിൻറ്റ് ലീഫ് കുറച്ച് മതിട്ടോ, കൂടുതലൊന്നും വേണ്ട. പിന്നെ പച്ചമുളകിൻ്റെ കൂടുതൽ കുറച്ച് എരിവുള്ള മുളക് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. എങ്കിലും കുറച്ചൊക്കെ മുളക് എടുക്കുക. ഏകദേശം 2 ചിക്കൻ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാപ്സിക്കം, പിന്നെ മല്ലിച്ചപ്പ് കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. നല്ല പച്ച കളർ കിട്ടണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് തന്നെ മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഗ്രീൻ അൽഫാമിൻ്റെ ആ ഒരു കൂട്ടുണ്ടാക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതേപോലെയുള്ള ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഈ കൂട്ടുകളൊക്കെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മല്ലിച്ചപ്പിൻ്റെ ഈ ഒരു തണ്ട് നമുക്ക് ഒഴിവാക്കാം, ഇത്രയും ഭാഗം വേണ്ട. അതിനുശേഷം നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ക്യാപ്സിക്കം ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. ഒരു ചിക്കനൊക്കെ ഉള്ളെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി, ഹാഫ് എടുത്താൽ മതി. ഈ ഒരു ഭാഗം വേണമെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇത് രണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ പുതിനയിലയുടെ കാര്യം നേരത്തെ പറഞ്ഞു, കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് മുളക് എടുക്കണം. മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ തണ്ടൊക്കെ ഒന്ന് ചെത്തി കളയാം, അതിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചെറിയ ജീരകത്തിൻ്റെ പൊടി കുറച്ചിട്ട് കൊടുക്കാം. ഏകദേശം ഒരു ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ഗരം മസാലയുടെ പൊടി അതും കുറച്ചിട്ട് കൊടുക്കാം. അതുപോലെ ജസ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ ഈ ഒരു മസാല ആയതിനു ശേഷം പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഏകദേശം ഒരു ടീസ്പൂൺ ഉപ്പ് നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ, നല്ല ഗ്രീൻ സംഭവമായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചാൽ, അതായത് നമ്മളിത് ഉണ്ടാക്കുന്നത് കാട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതായത് ഒന്നുമില്ല, നമ്മൾ ഇഞ്ചി എടുത്തിട്ട് ഒന്ന് പേസ്റ്റാക്കി. അപ്പോൾ നമ്മളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ നമ്മൾ വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിയിരുന്നു, അതും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ 2 വലിയ ചെറുനാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ നീരൊക്കെ എടുത്തിരുന്നു, അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കിത് ജസ്റ്റ് ചെറുതായിട്ടൊന്നും കൂടി അടിച്ചെടുക്കാം.
അപ്പോൾ കേസ് നമ്മൾ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആ ചിക്കനിലേക്ക് നമ്മുടെ മസാല ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രം എടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ആദ്യം തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് തൈര് കേട് അതായത് തൈരാണ്. അപ്പോൾ തൈര് നമ്മൾ കുറച്ച് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ കട്ട തൈര് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ പാക്കറ്റ് വാങ്ങിയത്. ഇനി നോർമൽ തൈരാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ ജസ്റ്റ് അതൊന്ന് എടുത്തതിന് ശേഷം ഒരു അരിപ്പയിൽ ഒന്നുമില്ല ഇങ്ങനത്തെ വാങ്ങിയാൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, കണ്ടോ ഇതുപോലെ ഇങ്ങനെ 1 2 ഒരു ഏകദേശം ഒരു 3 അതെ ഇതാണ് 3 ടേബിൾ സ്പൂൺ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന മിൽമയുടെ തൈരൊക്കെ ഉണ്ടല്ലോ, കട്ട തൈര്, അത് വാങ്ങിയാലും മതി. ഇത് കിട്ടുകയാണെങ്കിൽ ഇതാണ് ബെസ്റ്റ് എന്ന് മാത്രമേ കേട്ടോ, അത് ശ്രദ്ധിക്കുക, പ്രത്യേകം പറയാന്നുള്ളൂ. ഇനി ഇത് തിരഞ്ഞിങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല, ഈ ലോക്ക്ഡൌൺ സമയത്തൊന്നും തിരഞ്ഞെടുത്താൽ കിട്ടൂല നിങ്ങൾക്ക്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ നമ്മൾ അടിച്ചു വെച്ചിരുന്ന ഗ്രീൻ അല്ലേ, ഗ്രീൻ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മളിത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു സമയത്താണ് നമ്മൾ ഇതിൽ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കേണ്ടത്. നേരത്തെ നമ്മൾ ഏകദേശം ഒരു ടീസ്പൂണോളം ഉപ്പ് നമ്മൾ ഇതിലേക്ക് ഇട്ടിരുന്നു. നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നോക്കുക ഉപ്പുണ്ടോയെന്ന്. ഉപ്പില്ലെങ്കിൽ നമ്മൾ ഉപ്പ് ആഡ് ചെയ്യാം. ഓക്കെ, നല്ല കൈയാണ് കഞ്ചോണ്ട് നോക്കാം. കുഴപ്പമില്ല, ഏതായാലും ആക്കണം. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഉപ്പുണ്ട് നോക്കുക. ഉപ്പില്ല എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇതാ എടുത്തിട്ടുണ്ട്. നമ്മൾ 2 ചിക്കന് 4 പീസുകളായിട്ട് 8 പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ചിക്കൻ മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാഗ്നേറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് 3 മണിക്കൂർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് വെക്കണം. മുഴുവനായിട്ട് എല്ലാ കട്ടിങ്ങും എത്തുന്ന രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ഇവിടെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശരിക്കും ഇതേപോലെ വരിഞ്ഞെടുക്കുക അല്ലേ, ഈ ഒരു ഭാഗത്തൊക്കെ വരിഞ്ഞെടുക്കുക. ഇനി ഇതേപോലെ ചെയ്യുന്നത് പോലെ തന്നെ കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും ഈ ഒരു മസാല എത്തുന്ന രീതിയിൽ തന്നെ, ഗ്രീൻ മസാല എത്തുന്ന രീതിയിൽ എല്ലാ ഭാഗത്തും നമുക്ക് എന്ത് ചെയ്യാം, ഇത് പുരട്ടി കൊടുക്കാം. അപ്പോൾ കേസ് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് നമ്മൾ മാഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഗ്രീൻ ചിക്കനായി കഴിഞ്ഞു. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ കിട്ടും, ഫ്രീസറിലല്ല, നോർമൽ ഒരു ഫ്രിഡ്ജിൽ നമ്മളൊരു ഏകദേശം ഒരു 3 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ വെച്ച് കൊടുക്കാം. 3 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ വെക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു മസാല കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ, അത് നമുക്ക് ഇതിലേക്ക് മേലെ അങ്ങനെ ആക്കി വെക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി 3 മണിക്കൂർ റെഫ്രിജറേറ്റർ വെക്കാൻ പോവുകയാണ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ചുട്ടെടുക്കാം. അടുപ്പോയ്ക്കും നമുക്ക് അടുപ്പുണ്ടാക്കിയെടുക്കാം. അപ്പോൾ കഴിച്ച് നമ്മളിതാ അൽഫാം ചുട്ടെടുക്കാൻ പോവുകയാണ്. ഏകദേശം 3 മണിക്കൂറായിട്ടുണ്ട്. ഇഷ്ടിക വെച്ചിട്ടുണ്ട്. ഇഷ്ടിക ഓളബ്രിസൊക്കെ എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. നമ്മളിതിന് മുമ്പ് 2 പ്രാവശ്യം അൽഫാം ഉണ്ടാക്കിയിരുന്നു. അത് കാണാത്തൊരു എന്ത് ചെയ്യാം, അവസാന ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്, അവസാന വീഡിയോയുടെ അവസാനം ഒരു ബോക്സ് ഇരുന്നാണ്, അതിൽ ക്ലിക്ക് ചെയ്ത് കാണാവുന്ന കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം തന്നെ ഇഷ്ടിക എടുത്തതിന് ശേഷം നമ്മുടെ ഒരു അടുപ്പുണ്ടാക്കണം. ജസ്റ്റ് നമ്മളൊരു 2 ഇതാക്കിയിട്ടല്ലേ, ഇത്ര മതി, 2 വെച്ചാൽ പോണം. നല്ല മഴ കേട്ടോ ഇവിടെ, അപ്പോൾ കുറച്ച് ടൈം വൈകി പോയി. ഇത്രയും മതി കേട്ടോ. ഇനി നമ്മളിതിൽ നമ്മുടെ കരി ഉണ്ടല്ലോ, അത് വാങ്ങാൻ കിട്ടും, അത് വേണമെങ്കിൽ ചെയ്യാം. നമ്മളിപ്പോൾ ജസ്റ്റ് ഇവിടെ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് പുറത്ത് പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ചിരട്ടയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ചിരട്ട ഉപയോഗിച്ച് നമുക്ക് കുറച്ച് കണലുണ്ടാക്കിയെടുക്കാം. ചിരട്ട ഇതേപോലെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, കുറച്ച് വെണ്ണീരെടുത്ത് ഒരു ചിരട്ടയിൽ ഇട്ടതിന് ശേഷം നമുക്ക് കത്തിച്ചു കൊടുക്കാം. പെട്ടെന്ന് കത്താൻ വേണ്ടിയുള്ള ട്രിക്കാണ്, അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ വെണ്ണീര് കത്തിക്കുകയാണെങ്കിൽ ഒരു തുള്ളി ഇട്ടോ, കുറച്ച് മണ്ണെണ്ണ നമ്മളിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ അൽഫാം ഫുള്ള് മണ്ണെണ്ണയായി പോകും, കത്തി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതേപോലെ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഓരോ സ്ഥലത്തും വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ 3 മണിക്കൂറിന് ശേഷം മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ വന്നിട്ടുണ്ട്. ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമ്മളൊരു ഗ്രില്ല് എടുത്തിട്ടുണ്ട്. ഒരു സാധാ ഒരു ചിക്കനൊക്കെ പോകുന്ന ഗ്രില്ലാണ്, ചെറിയ ഗ്രില്ലാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കാൻ പോവാണ്. ജസ്റ്റ് നമ്മളൊരു കോഴിയുടെ കറക്റ്റ് പീസ് 4 പീസ് വെച്ച് കൊടുക്കുക.
ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രില്ല് ക്ലോസ് ചെയ്യാം. ഈ ഗ്രില്ലിന് 200 രൂപ വില ഉള്ളൂ കേട്ടോ. 400-500 ഒക്കെ ഗ്രില്ലുണ്ട്, സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ. ഇനി നമ്മുടെ തീയൊക്കെ റെഡി ആയിട്ടുണ്ട്, കനലൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അവിടേക്ക് കൊണ്ടുപോകാം. ഓക്കെ ഗൈസ്, ഇതാ നമ്മൾ കനലിലേക്ക് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ഇതിൻ്റെ മുകളിൽ അടുപ്പിലേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഓക്കെ, ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചിരട്ടൊക്കെ എടുത്തിട്ട് അപ്പുറത്ത് കുറച്ച് കനൽ ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം ഒരു ഭാഗം ഇങ്ങനെ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട്. നമുക്ക് എന്താ ചെയ്യാം, മറുഭാഗത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ആയിട്ടൊന്നുമില്ല, കുറച്ചൊക്കെ ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാം, ബാക്കിയുള്ള ഭാഗം ആയതിനു ശേഷം വീണ്ടും ഇങ്ങോട്ട് തന്നെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ കുറച്ചൊക്കെ ഏകദേശം ഒരു 30% വെന്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ, ഇതുപോലെ ചെറുനാരങ്ങ നീരാക്കി കൊടുക്കാം. കുറച്ചൊക്കെ ഒന്ന് വെന്ത് തോന്നി കഴിഞ്ഞാൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ചെറുനാരങ്ങ ഒന്ന് ഇതുപോലെ ആക്കി കൊടുക്കുക. പിന്നെ ഇത് വെന്തണമെന്ന് അറിയാനായിട്ട് ചെയ്യേണ്ടത് ഒരു ഈർക്കിലെടുത്ത് കുത്തി നോക്കിയാൽ മതി കേട്ടോ. ഉള്ളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങി പോകുന്നതാണ്. അതാണ് ഇതിൻ്റെ വേവായിട്ടുണ്ടോ എന്ന് അറിയാനുള്ളൊരു മാർഗ്ഗം. എന്നാൽ ഇതേപോലെ നാരങ്ങ പിഴിഞ്ഞ് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ചെറുനാരങ്ങ ഇതേപോലെ 2 ഭാഗത്തും പിഴിഞ്ഞ് കൊടുക്കുക. ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ 2 സെറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ കണലിൻ്റെ ചൂടിനനുസരിച്ചുണ്ടാവും. ഓക്കെ, ഈ ഭാഗവും വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അൽഫാം കഴിച്ച് നോക്കാം. അപ്പോൾ കേസ് നമ്മുടെ അൽഫാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഇവിടെയൊക്കെ നല്ല ഫ്രീ ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ചെറിയൊരു പച്ചപ്പ് അതിന്മേലെ ഉള്ളതുകൊണ്ട് തന്നെ ആയതായിട്ട് തോന്നില്ല, സാധാരണ അൽഫാം പോലെയല്ല. അപ്പോൾ ഏതായാലും ഇത് റെഡി ആയിട്ടുണ്ട്. ബാക്കി 4 പീസും കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ചെറുതായിട്ടൊരു ഡെക്കറേഷനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ അൽഫാം വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അൽഫാം റെഡി ആയിട്ടുണ്ട്. ഗ്രീൻ ചിക്കൻ അൽഫാം അല്ലേ, പച്ച. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. കഴിച്ചു. അപ്പോൾ അതാ കഴിച്ചു നോക്കുകയാണ്, എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാം. അൽഫാമിൻ്റെ ടേസ്റ്റ് തന്നെയാണോ എന്നുള്ളത് നോക്കാം കേട്ടോ. ബാക്കി പൊറോട്ടൻ്റെ കൂടെ കഴിക്കട്ടോ. സംഭവം കിഡിലൻ ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ഐറ്റംസ് തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ അൽഫാമൊക്കെ കഴിച്ച് കഴിഞ്ഞു. അവിടുന്ന് ഔട്ട്റോ പറഞ്ഞിട്ട് ഒരു സുഖമല്ല കേട്ടോ. നമുക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ട് പറയണമെങ്കിൽ നമുക്ക് ഇത്രയും ഒഴിഞ്ഞ സ്ഥലമൊക്കെ വേണം. അപ്പോൾ നമ്മുടെ അൽഫാം എന്ന് പറഞ്ഞാൽ അടിപൊളിയാട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചിരുന്ന ആ കളറേ ഉണ്ടാവുള്ളൂ, പക്ഷേ അതെ ഒരു അത്രയ്ക്ക് നമ്മൾ സാധാരണ കഴിക്കുന്ന അൽഫാമിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് കരുതി. പക്ഷേ നമ്മൾ ആ ഒരു മിൻറ്റും അതുപോലെ തന്നെ മല്ലിച്ചപ്പൊക്കെ കൂടിയപ്പോൾ അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട, മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി, കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നിർബന്ധമായിട്ടുണ്ടാക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ് പഠിക്കേണ്ടവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇംഗ്ലീഷ് പഠിക്കാവുന്നേ ഉള്ളൂ. വാട്സപ്പ് എല്ലാവരും അടുത്തും ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമന്റ് ബോക്സിൽ കമന്റ് അറിയിക്കുക. നമ്മുടെ വീഡിയോയുടെ ഇപ്പോഴത്തെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ, അത് വീഡിയോ കണ്ടതിന് ശേഷം അത് നമ്മുടെ കമന്റ് ബോക്സിൽ ഇതുപോലുള്ള വീഡിയോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ അതും പറയാം. വെറൈറ്റി ആയതുകൊണ്ടാണ് നമ്മൾ മാസ്റ്റർ പീസിൽ അപ്ലോഡ് ചെയ്തത്. ലൈക്ക് ചെയ്യുക, ലൈക്കിനനുസരിച്ച് നമുക്ക് വീഡിയോ ഇതുപോലത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ശരി, നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.